ഈ ഒരു മൊഡ്യൂളിലെ പ്രോബ്ലംസ് ആണ്. സോ ഫസ്റ്റ് പ്രോബ്ലം, കൺസിഡർ ടു ഫസി സെറ്റ്സ് എ ആൻഡ് ബി വെർ എ ഈസ് ഇക്വൽ ടു 0.3/x1 പ്ലസ് 0.7/x2 പ്ലസ് 1/x3 ആൻഡ് ബി ഈസ് 0.4/y1 പ്ലസ് 0.9/y2. പെർഫോം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓവർ ദീസ് ഗിവൺ ഫസി സെറ്റ്സ്. ഓക്കെ, നമ്മൾ ഫസി റിലേഷനകത്ത് ടേം പഠിച്ചിരുന്നു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. സോ അന്നേരം എങ്ങനെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. The fuzzy Cartesian product is given as relation. ഓക്കെ, എന്നാൽ എന്താണ് ഒരു, ഞാൻ പറഞ്ഞല്ലോ ഫസി റിലേഷൻ എന്ന് പറയുന്ന ഒരു ഫസി റിലേഷൻ എന്തായിരുന്നു, രണ്ട് സെറ്റുകൾ തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ് ഒരു ഫസി റിലേഷൻ എന്ന് പറയുന്നത്. ഫസി റിലേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്, ആർ വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആർ ഈസ് ഈക്വൽ ടു എ ക്രോസ് പ്രോഡക്റ്റ് ബി. സോ ഇങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂ ആർ ഓഫ് എക്സ് വൈ, ഇതല്ല റിലേഷൻ എന്ന് പറയുന്നത്. മ്യൂ റിലേഷൻ്റെ ടേം ഇതാണ്, എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു മ്യൂ ഓഫ് എന്താണ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, എ ക്രോസ് ബി എക്സ് വൈ അല്ലേ, ഇസ് ഈക്വൽ ടു മ്യൂ. അന്നേരം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതായത് ഇതാണ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം എ ക്രോസ് ബിയുടെ കണ്ടുപിടിക്കേണ്ടത് മിനിമം ഓഫ് മ്യൂ എ ഓഫ് എക്സ് കോമ മ്യൂ ബി ഓഫ് എക്സ്. എങ്ങനെയാണ് മിനിമം ഓഫ് മ്യൂ എ ഓഫ് എക്സ് കോമ മ്യൂ ബി ഓഫ് എക്സ്. സോ ഇതാണ് ഇക്വേഷൻ ക്രോസ് പ്രൊഡക്റ്റിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം മ്യൂ ആർ ഓഫ് x1/1, ഒന്നാമത്തെ ദിസ് ഈസ് എന്താന്ന് പറയാം x1, ദിസ് ഈസ് y1. സോ അന്നേരം മിനിമം ഓഫ് മ്യൂ ആർ ഓഫ് x1/1, അതായത് അതായത് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഇതിൻ്റോട് ചെയ്യുന്നു, ഇതിൻ്റോട് ചെയ്യുന്നു, ഇതിൻ്റോട് ചെയ്യുന്നു, ഇതിൻ്റോട് ചെയ്യുന്നു, ഇങ്ങനെയല്ല ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം x1/1 കണ്ടുപിടിക്കുക. അപ്പോൾ x1/1 കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാ, ഓക്കെ, അന്നേരം മിനിമം ഓഫ് മ്യൂ എ ഓഫ് എക്സ് കോമ മ്യൂ ബി ഓഫ് y1. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് മിനിമം കണ്ടുപിടിക്കണം. 0.3 ആണോ 0.4 ആണോ മിനിമം, വിച്ച് ഇസ് 0.3. സോ മ്യൂ ആർ ഓഫ് x1/1 ഈസ് 0.3. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്, x1/2. ഞാൻ പറഞ്ഞു എങ്ങനെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്, x1/1 x1/2 ആദ്യം അത് കണ്ടുപിടിക്കുക. അതിനുശേഷം അടുത്തത് x2/1 x2/2 കണ്ടുപിടിക്കുക. അതിനുശേഷം എന്താണ് x3/1 x3/2 കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ x1/1 കണ്ടുപിടിച്ചു. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് x1/2 ആണ്. അപ്പോൾ അതും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, x1/2 എന്ന് പറയുമ്പോൾ മ്യൂ എ ഓഫ് x1, മിനിമം ഓഫ് മ്യൂ എ ഓഫ് x1 കോമ മ്യൂ ബി ഓഫ് y2. സോ അന്നേരം ഇതിനകത്ത് ഏതൊക്കെ തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്, 0.3യും 0.9ഉം. 0.3യും 0.9 കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് മിനിമം, 0.3 അല്ലേ, 0.3 ആണ് മിനിമം. നെക്സ്റ്റ് അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഇത് x1ൻ്റെ കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് x2/1, അന്നേരം എന്താണ് മിനിമം ഓഫ് എന്താണ് മിനിമം ഓഫ് മ്യൂ എ ഓഫ് x2 കോമ മ്യൂ ബി ഓഫ് y1. ഓക്കെ, അപ്പോൾ അത് എത്ര കിട്ടും, 0.7ഉം 0.4ഉം ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, വിച്ച് ഈസ് മിനിമം ഈസ് 0.4. ഓക്കെ, നെക്സ്റ്റ് x2/2 കണ്ടുപിടിക്കുക. മിനിമം ഈസ് 0.7. ഓക്കെ, നെക്സ്റ്റ് x3/1 മിനിമം ഈസ് 0.4. സോ അടുത്തത് x3/2 1 or 0.9, മിനിമം ഈസ് 0.9. സോ അതാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മളിതെല്ലാം കണ്ടുപിടിച്ച് കണ്ടത്, ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അന്നേരം നമ്മളൊരു റിലേഷനിൽ എഴുതുമ്പോൾ അതെങ്ങനെ എഴുതും നോക്കാം. റിലേഷൻ ഈസ് ഈക്വൽ ടു, ഓക്കെ, മെട്രിക്സിൽ എഴുതുമ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വേണം എഴുതാൻ, x1/1 x2/2 ഒക്കെ എവിടെ എഴുതും, x1 x2 x3. ഹിയർ ഇറ്റ് ഈസ് y1. ഒന്നുകൂടെ വരയ്ക്കാം. ആർ ഈസ് ഈക്വൽ ടു, മെട്രിക്സിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്, x1 x2 x3 y1 y2. ഓക്കെ, x1/1 ആദ്യം എത്രയായിരുന്നു കിട്ടിയത്, x1/1 ചെയ്തപ്പം 0.3. ഓക്കെ, x1/2 ചെയ്തപ്പോൾ എത്ര കിട്ടിയത്, 0.3. ഓക്കെ, x2/1 ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്, 0.4. x2/2 കൂടെ ചെയ്തപ്പം കിട്ടിയത് 0.7. x2 and y2. നെക്സ്റ്റ് x3 ആൻഡ് y1 ചെയ്തപ്പം കിട്ടിയത് 0.4. x3 ആൻഡ് y2 ചെയ്തപ്പം കിട്ടിയത് 0.9. സോ ഇങ്ങനെയാണ് ഈ ഒരു ഇങ്ങോട്ട് x1 x2 x3യും അങ്ങോട്ട്
ഇങ്ങോട്ട് വൈ 1 വൈ 2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. അതായത് ദിസ് ഈസ് വൈ 1 വൈ 2, ദിസ് ഈസ് x1 x2 x3. കണ്ടോ ഇവിടെ കണ്ടോ x1 y2 x1 y2 എന്ന് പറയുന്നത് 0.3 ആണ്, x2 y1 എന്ന് പറയുന്നത് കണ്ടോ 0.4 ആണ്. സോ ഇങ്ങനെ വേണം എഴുതാൻ. ദിസ് ഈസ് നോൺ ആസ് എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? രണ്ട് വാല്യൂവിൻ്റെ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നെക്സ്റ്റ് കോമ്പസിഷൻ, അതായത് റിലേഷൻ ആണ് അവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് റിലേഷൻ കണ്ടുപിടിക്കാനെന്നായിരിക്കും. റിലേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ഇതേ ഉത്തരം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് പ്രോബ്ലം വരുന്നത് ഫസി കമ്പോസിഷൻ. 2 ഫസി റിലേഷൻസ് ആർ ഗിവൺ ബൈ. ഇപ്പം നമ്മൾ ഫസി റിലേഷൻ പഠിച്ചു. അതായത് നമ്മൾ ആ മിനിമം വാല്യൂ ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന 2 ഫസി റിലേഷനാണ് ആർ ആൻഡ് എസ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പം കണ്ടുപിടിച്ചല്ലോ മിനിമം ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇത് വരച്ചത്, മെട്രിക്സ് വരച്ചത്. സോ അതുപോലെ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഫസി റിലേഷനാണ് ആർ ആൻഡ് എസ്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? കോമ്പസിഷൻ കണ്ടുപിടിക്കണം. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പസിഷൻ പറഞ്ഞായിരുന്നു. മിൻ മാക്സ്, മാക്സ് മിൻ, മാക്സ് പ്രോഡക്റ്റ്. സോ ഇത്രയും കോമ്പസിഷൻസ് പറഞ്ഞായിരുന്നു. ഈ കോമ്പസിഷൻസാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. മാക്സിമം കോമ്പസിഷൻ എന്ന് പറയുമ്പം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? മ്യൂ ടി ഓഫ് x1 സോറി അല്ല, അങ്ങനെയില്ല, മ്യൂ ടി ഓഫ് എക്സ് ഇസഡ്. ഓക്കെ, അപ്പോൾ എക്സ് ഇസഡ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഇസഡിൻ്റെ കോമ്പിനേഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സ് മിൻ ആകുമ്പോൾ മാക്സ് പുറത്തും മിൻ അകത്തുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. x1 z1 കണ്ടുപിടിക്കണം, x1 z2 കണ്ടുപിടിക്കണം, x1 z3 കണ്ടുപിടിക്കണം. സിമിലർലി x2 z1, x2 z2, x2 z3. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് x1 z1 എന്ന് പറയുമ്പം എങ്ങനെയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? x1 y1 അല്ലേ, y1 z1 അല്ലേ. x1ൽ നിന്ന് y1ലേക്കുള്ള റിലേഷൻ എടുക്കുന്നു, y1ൽ നിന്ന് z1ലേക്കുള്ള റിലേഷൻ എടുക്കുന്നു. സോ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? x1 z1 കിട്ടുന്നു. അതൊരു വഴി. ഇനി നെക്സ്റ്റ് ഒരു വഴി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? x1 y2, x1ൽ നിന്ന് y2ലോട്ട് ഉള്ള റിലേഷൻ എടുക്കുന്നു, x1 y2. ഓക്കെ, y2ൽ നിന്ന് z1ലോട്ടുള്ള റിലേഷൻ എടുക്കുന്നു, y2ൽ നിന്ന് z1. സോ അന്നേരം x1 z1 റിലേഷൻ ആയില്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? കോമ്പസിഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് x1 z1. അപ്പോൾ നമുക്ക് നോക്കാം. മാക്സിമം ഓഫ് ബ്രാക്കറ്റിൽ എന്താണ് കൊടുക്കുന്നത്? മിനിമം ഓഫ് മ്യൂ ആർ ഓഫ് x1 y1 കോമ മ്യൂ എസ് ഓഫ് y1 z1. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. എന്നിട്ട് കോമ ഇവിടെ ക്ലോസ് ചെയ്യണേ, കോമ മിനിമം ഓഫ് മ്യൂ ആർ ഓഫ് x1 y2 കോമ മ്യൂ എസ് ഓഫ് y2 z1. സോ അതും ക്ലോസ്. നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലത്തിൽ നോക്കാം. അപ്പം നമ്മൾ എഴുതി മാക്സിമം ഓഫ് മിനിമം ഓഫ് മാക്സ് മിൻ ആയതുകൊണ്ടാണ് മിൻ മാക്സ് ആയിരുന്നു തിരിച്ചു വന്നേനെ. മിനിമം ഓഫ് അപ്പം ആദ്യം എന്താ നോക്കേണ്ടത്? മ്യൂ ആർ ഓഫ് x1 y1. അതെത്ര? x1 y1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.6. ഓക്കെ, അടുത്തത് y1 z1 എത്രയാണ്? 1. ഓക്കെ, കോമ മിനിമം ഓഫ്. ഓക്കെ, അടുത്തത് x1 y2 എത്രയാണ്? 0.3. അടുത്തത് y2 z1 എത്രയാണ്? x1 y2 z1 എത്രയാണ്? 0.8. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് എന്ത് കിട്ടി? ഇതിനകത്ത് 0.6ലെയും 1ലെയും മിനിമം ഏതാണ്? 0.6 ആണ്. 0.3ലെയും 0.8ലെയും മിനിമം എത്രയാണ്? 0.3 ആണ്. അപ്പം നമുക്ക് എന്ത് പറ്റും? മിനിമം ഓഫ് 0.6 0.1 മാറിയിട്ട് അത് മിനിമം വാല്യൂ എഴുതുക, 0.6 എഴുതാം. നെക്സ്റ്റ് മിനിമം 0.3 0.8 അത് കട്ട് ചെയ്തിട്ട് 0.3ലും 0.8ലും മിനിമം 0.3 ആണ്. അപ്പം 0.6 0.3. സോ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? മാക്സിമം ഓഫ് 0.6 0.3. ഇനിയിപ്പോൾ മിനിമം എന്നുള്ള വാല്യൂ മാറിയിട്ട് അവിടെ എന്തായാലും മിനിമം വാല്യൂസ് എഴുതി. ഇനി 0.6ലും 0.3ലെ മാക്സിമം വാല്യൂ ആണ് എഴുതേണ്ടത്, വിച്ച് ഈസ് 0.6 അല്ലേ. 0.6ലും 0.3ലും മാക്സിമം 0.6 ആണ്. ഇനിയിപ്പം നമ്മൾ മിൻ മാക്സ് കോമ്പോസിഷൻ ആണെങ്കിൽ ഇത് നേരെ തിരിച്ച് കണ്ടുപിടിക്കുക, അകത്ത് മാക്സും പുറത്ത് മിന്നും കണ്ടുപിടിക്കുക. ഇനിയിപ്പം നമ്മൾ x1 z1 കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്തോ കണ്ടുപിടിക്കേണ്ടത്? x1 z2 എങ്ങനെയപ്പം കണ്ടുപിടിക്കും? x1 y1 അല്ലേ, y1 z2. അതേപോലെ തന്നെ x1 എന്താണ്? y2 z2. സോ അത്രയും കണ്ടുപിടിക്കണം. അന്നേരം നമുക്ക് നോക്കാം എത്രയൊക്കെ കിട്ടുമെന്ന്. അപ്പം മാക്സിമം ഓഫ് മിനിമം ഓഫ് ആദ്യം x1 നമുക്ക് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഓക്കെ, ഞാനത് വിട്ടുപോയി. x1 z2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. മാക്സിമം ഓഫ് മിനിമം ഓഫ് x1 y1 അല്ലേ, x1 y1 എത്രയാണ്? 0.6.
കോമ y1 z2 അല്ലേ x1 y1 is 0.6 ആൻഡ് നെക്സ്റ്റ് നമ്മൾ x1 z2 കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് y1 z2 വിച്ച് ഇസ് 0.5. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് മിനിമം ഓഫ് അടുത്തത് x1 y2 വിച്ച് ഈസ് 0.3 കോമ നെക്സ്റ്റ് y2 z2. ഓക്കെ, അത് കാണുന്നില്ല. ഓക്കെ, 0.4 ഐ തിങ്ക് 0.4. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് മിനിമം ഏതാണ്? 0.6 ആണോ അതോ 0.5 ആണോ? 0.5 ഈസ് മിനിമം ആൻഡ് ഹിയർ 0.3 ഓർ 0.4 വിച്ച് ഈസ് 0.3, 0.5 ആൻഡ് 0.3. അപ്പം നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് മാക്സിമം ഓഫ് എന്താണ്? 0.5 ആൻഡ് 0.3 അല്ലേ? അതിൽ മാക്സിമം ഏതാണ്? 0.5 അല്ലേ? മാക്സിമം 0.5 ആണ്. അപ്പം x1 z2 എന്ന് പറയുന്നത് എത്രയാണ്? 0.5 അല്ലേ? 0.5 ആണ് x1 z2. അതിനുശേഷം നമ്മൾ x1 z1ഉം x1 z2ഉം കണ്ടുപിടിച്ചു. നെക്സ്റ്റ് x1 z3. x1 z3യും അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മാക്സിമം ഓഫ് മിനിമം ഓഫ് ആദ്യം എന്താണ്? x1 y1. x1 y1 is 0.6, y1 z3 അല്ല കണ്ടുപിടിക്കേണ്ടത് വിച്ച് ഇസ് 0.3. ഓക്കെ, അടുത്തത് മിനിമം ഓഫ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? x1 y2 വിച്ച് ഇസ് 0.3 കോമ y2 z3 വിച്ച് ഈസ് 0.7 അല്ലേ? ഓക്കെ, അന്നേരം ഇതിൽ മിനിമം ഏതാണ്? 0.6 0.3. 0.3 ഈസ് മിനിമം. ഇവിടെ മിനിമം ഏതാണ്? വിച്ച് ഇസ് 0.3. അപ്പം 0.3 ഓർ 0.3 ആണ് നമുക്ക് മിനിമം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം മാക്സ് ഓഫ് 0.3 കോമ 0.3. ഓക്കെ, റിസൾട്ട് ഈസ് 0.3. അപ്പം ആ x1 z3 എന്ന് പറയുന്നത് എത്രയാണ്? 0.3 ആണ്. ഓക്കെ, എന്നാൽ നമ്മൾ x1ൻ്റെ ടേംസ് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ആരെ എടുക്കേണ്ടത്? x2 എടുക്കണം. അപ്പോൾ x2 z1 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ഓഫ് മിനിമം ഓഫ് എന്ത് കൊടുക്കണം? x2 y1 കണ്ടുപിടിക്കണം വിച്ച് ഈസ് 0.2. ഓക്കെ, കോമ x2 y1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് z1ൻ്റെ എല്ലാം കണ്ടുപിടിക്കണം. അതിന് y1 z1 വിച്ച് ഈസ് 1. ഓക്കെ, കോമ മിനിമം ഓഫ് x2 y2 വിച്ച് ഈസ് 0.9. അടുത്തത് y2 z1 0.8 അല്ലേ? അതായത് എങ്ങനെയെങ്കിലും നമ്മൾ x1ൽ നിന്ന് z1ലേക്ക് എല്ലാ കോമ്പിനേഷൻസും കണ്ടുപിടിക്കണം. ഇതിനകത്തെ മിനിമം ഏതാണ്? 0.2 ആണ്. ഇവിടുത്തെ മിനിമം ഏതാണ്? 0.8 ആണ്. ഇതിൽ മാക്സിമം ഏതാണ്? 0.8. സോ റിസൾട്ട് വിൽ ബി 0.8. അതേപോലെ തന്നെ x2 z2. ഓക്കെ, x2 z2 എന്ന് പറയുമ്പം മാക്സിമം ഓഫ് മിനിമം ഓഫ് ആദ്യം നമ്മൾ x2 z2 ആദ്യം x2 y1 കണ്ടുപിടിക്കണം വിച്ച് ഇസ് 0.2 y1 z2 കണ്ടുപിടിക്കണം വിച്ച് ഇസ് 0.5 കാരണം z2 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം മിനിമം ഓഫ് അടുത്തത് x2 y2 വിച്ച് ഇസ് 0.9 കോമ നെക്സ്റ്റ് y2 z2 വിച്ച് ഇസ് 0.4. ഓക്കെ, അപ്പോൾ ഇതിൽ മിനിമം ഏതാണ്? ഇത് 0.2ഉം ദിസ് ഇസ് 0.4ഉം. അതിൽ മാക്സിമം ഏതാണ്? 0.4. സോ റിസൾട്ട് ഈസ് 0.4. ഓക്കെ, അതേപോലെ x2 z3 നമുക്ക് നോക്കാം. ലാസ്റ്റ് x2 z3 മാക്സിമം ഓഫ് മിനിമം ഓഫ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? മിനിമം ഓഫ് x2 y1 വിച്ച് ഈസ് 0.2 y1 z3 വിച്ച് ഈസ് സോറി ഞാൻ പറഞ്ഞ എത്രയാണ്? ഞാനത് വിട്ടുപോയി. വിച്ച് ഈസ് x2 z3 അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x2 z3 ആണ്. അപ്പം മാക്സിമം ഓഫ് മിനിമം ഓഫ് ആദ്യം x2 y1 വിച്ച് ഈസ് 0.2 നെക്സ്റ്റ് y1 z3 വിച്ച് ഈസ് 0.3 വിച്ച് ഈസ് അടുത്തത് മിനിമം ഓഫ് x2 y2 വിച്ച് ഈസ് 0.9 നെക്സ്റ്റ് y2 z3 വിച്ച് ഈസ് 0.7. സോ ഇതിൽ മിനിമം ഏതാണ്? 0.2ഉം ഇതിൽ 0.7. അതിൽ മാക്സിമം ഏതാണ്? ഇതിൽ മിനിമം കണ്ടുപിടിച്ചതിന് ശേഷം മാക്സിമം കണ്ടുപിടിക്കും. മാക്സിമം 0.7. ഓക്കെ, അപ്പോൾ റിസൾട്ട് ഈസ് 0.7. അപ്പം നമ്മൾ ലാസ്റ്റ് ടി എങ്ങനെ എഴുതും? ടി എന്നല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വേണം എഴുതാൻ. അവിടെ x1 x2 ഇവിടെ, x1 x2 ഇവിടെ, z1 z2 z3 ഇവിടെ. അപ്പം x1 z1 കിട്ടിയത് 0.6, x1 z2 കിട്ടിയത് 0.5, x1 z3 കിട്ടിയത് 0.3, x2 z1 കിട്ടിയത് 0.8, അടുത്തത് 0.4 ആൻഡ് 0.7. സോ ഇങ്ങനെയാണ് നമ്മൾ മിൻമാക്സ് ആൻഡ് മാക്സിമം കോമ്പസിഷൻ എഴുതുന്നത്. പ്രോഡക്റ്റ് കോമ്പസിഷൻ, മാക്സ് പ്രോഡക്റ്റ് കോമ്പസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നേരത്തെ കോമ്പസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഹോളോ ലൈൻ ആണെങ്കിൽ പ്രോഡക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സോളിഡ് ലൈൻ വെച്ചിട്ടാണ്. അപ്പം T = R
സോളിഡ് എസ്. സോ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് ഡിഫറൻസ് എന്താണെന്ന്. അപ്പം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മ്യൂ ടി ഓഫ് എക്സ് ഇസഡ് എന്ന് പറയുന്നത് നേരത്തെ പോലെ കോമ്പിനേഷൻസ് അതുപോലെ തന്നെ എഴുതുക, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, അതേപോലെ മാക്സിമം വാല്യൂ എടുക്കണം അതിൽ നിന്ന്. കോമ്പിനേഷൻസ് ഇതുപോലെ തന്നെ നേരത്തെ തന്നെ ഒരു മിനിമം അല്ല, ആ രണ്ട് വാല്യൂസിന് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതിനകത്തുനിന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് മാക്സിമം എടുക്കുക. ഇവിടെ നോക്കി ഫസ്റ്റ് എന്തൊക്കെ കണ്ടുപിടിക്കണം, നേരത്തെ പോലെ തന്നെ x1 z1, x1 z2, x1 z3, ഓക്കെ, അതേപോലെ തന്നെ x2 z1, x2 z2 ആൻഡ് x2 z3. സോ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യം x1 z1. അന്നേരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? x1 z1 എന്ന് പറയുമ്പം മാക്സിമം ഓഫ് മ്യൂ ആർ ഓഫ് x1 y1 and mu s of y1 z1. Next, mu r of x1 y2 into y1 z y2 z1. സോ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആദ്യം എങ്ങനെയായിരുന്നു, നമ്മൾ മാക്സിമം ഓഫ് മ്യൂ ആർ ഓഫ് x1 y1 വിച്ച് ഈസ് 0.6 ഇൻറ്റു, അതായത് പ്രോഡക്റ്റിൽ കണ്ടുപിടിക്കുന്നത്, ഇൻറ്റു, ഓക്കെ, y1 ആകുമ്പോൾ അടുത്തത് y1 z1 1, ഓക്കെ, കോമ, നെക്സ്റ്റ് എന്താണ് x1 y2 വിച്ച് ഇസ് 0.3, കോമ y2 z1 വിച്ച് ഇസ് 0.8. ഓക്കെ, ഇത് എത്ര കിട്ടും? 0.6 ഇൻറ്റു 1 ഈസ് 0.6 ആൻഡ് 0.3 ഇൻറ്റു 0.8 ഈസ് 24. സോ അന്നേരം നമുക്ക് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.6 ആൻഡ് 0.24. ഇതിൽ മാക്സിമം വാല്യൂ ഏതാണ് നമുക്ക് കിട്ടുന്നത്? 0.24. സോ മാക്സ് പ്രോഡക്റ്റിൻ്റെ x1 z1 അങ്ങനെയാണ്. നെക്സ്റ്റ് നോക്കുക x1 z2. അപ്പം x1 z2 ആണ് അടുത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പം മാക്സിമം ഓഫ് എന്താണ് x1 z2 എന്ന് പറയുമ്പോൾ ആദ്യം x1 y1, ഓക്കെ, ഇൻറ്റു y1 z2 വിച്ച് ഇസ് 0.5, കോമ, നെക്സ്റ്റ് x1 y2 വിച്ച് ഇസ് 0.3 ഇൻറ്റു x1 y2 z2 0.4. So 6 into 5 is 0.30 and 3 into 4 is 12. So 0.30 and 0.12. Okay, അത് എഴുതി നോക്കാം. 0.30 and 0.12. This maximum is 0.30. Result is 0.30. അപ്പം നമുക്ക് നോക്കാം കറക്റ്റ് ആണോ നോക്കാം. ഓക്കെ, അത് തന്നെ കണ്ടോ, 0.30. ഇതേപോലെ തന്നെ അടുത്തെടുത്തു x1 z3 എടുക്കുമ്പം x1 എന്താണ് x1 y1ഉം y1 z, അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് കണ്ടുപിടിക്കാം. 0.21 തന്നെ കിട്ടുമെന്ന് നോക്കാം. x1 z3 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. x1 z3 എന്ന് പറയുമ്പം മാക്സിമം ഓഫ് നേരത്തെ പോലെ തന്നെ x1 y1, ഓക്കെ, 0.6 ഇൻറ്റു y1 z3യിലേക്ക് പോകുന്നു, 0.6 ഇൻറ്റു 0.3, കോമ, നെക്സ്റ്റ് x1 y2 0.3 ഇൻറ്റു y2 z3 0.7. ഓക്കെ, അപ്പം 0.6 ഇൻറ്റു 0.3 is 0.18 and 0.3 ഇൻറ്റു 0.7 is 21. 0.18 and 0.21. 0.18 and 0.21. ഇതിനകത്ത് മാക്സിമം ഈസ് 0.21. സോ x1 z3 ഈസ് 0.21. ഓക്കെ, അടുത്തത് x2 z1. ഓക്കെ, അത് നോക്കാം. മാക്സിമം ഓഫ് എന്താണ് x2 z2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം x2 y1 എടുത്തു, 0.2 y1 z1 is 1, കോമ, നെക്സ്റ്റ് x2 y2 എടുത്തു which is 0.9 and y2 z1 എടുത്തു 0.8. ഓക്കെ, അന്നേരം 0.2 into 1 is 0.2 and 0.9 into 8 is 71. സോ അന്നേരം 0.71. സോ അതിൽ ഏറ്റവും ഗ്രേറ്റർ ഏതാണ്? 0.71 അല്ലേ? അപ്പം സോറി 71 അല്ല 72. സോ ദ ഗ്രേറ്റർ ഈസ് 0.72. അപ്പം നമുക്ക് എത്രയാണ് റിസൾട്ട് കിട്ടുന്നത്? 0.2 ഇൻറ്റു 0.1 ആദ്യത്തേത്, രണ്ടാമത്തെ 0.72, അതിനകത്ത് മാക്സിമം എന്ന് പറയുന്നത് 0.72. അടുത്തതും അതുപോലെ തന്നെ കണ്ടുപിടിക്കുക. നേരത്തെ കോമ്പിനേഷൻസ് തന്നെ, ഒറ്റ വ്യത്യാസം തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് മാക്സിമം വാല്യൂ എടുക്കുക. ഫൈനലി നമ്മളതൊരു ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ദിസ് ഈസ് നോൺ ആസ് മാക്സ് പ്രോഡക്റ്റ്. അതാണ് മാക്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, ഫോർ എ സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടർ ദ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ഓഫ് സീരീസ് റെസിസ്റ്റൻസ് armature current and speed are given as follows.
ഓക്കെ, അന്നേരം നമുക്ക് 3 വാല്യൂസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ആർമേച്ചർ കറണ്ട് വിച്ച് ഈസ് IA ആൻഡ് സ്പീഡ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇത്രയും വാല്യൂ ഉണ്ട്. കമ്പ്യൂട്ട് റിലേഷൻ T ഫോർ ദ റിലേറ്റിംഗ് സീരീസ് റെസിസ്റ്റൻസ് ടു മോട്ടർ സ്പീഡ് ആൻഡ് C to N പെർഫോം മാക്സിമം കോമ്പോസിഷൻ. ഇത്രയേ ഉള്ളൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം ഇവിടെ നിന്ന് നമ്മളോട് ഒറ്റ കാര്യം കണ്ടുള്ളൂ. ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ അതിന് വേണ്ടി അതായത് സീരീസ് റെസിസ്റ്റൻസിൽ നിന്ന് സ്പീഡിലേക്ക് ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ അതിന് യൂസ് ചെയ്യേണ്ട കോമ്പസിഷൻ ഏതാണ്? മാക്സിമം കോമ്പസിഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അന്നേരം മാക്സിമം കോമ്പസിഷനിൽ വേണം ചെയ്യാൻ വേണ്ടി. അപ്പം നമ്മുടെ ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് ഇപ്പം നമ്മളൊരു മിൻമാക്സ് അല്ലെ മാക്സിമം കോമ്പസിഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് 2 റിലേഷനാണ് വേണ്ടത്, R ആൻഡ് S അല്ലേ. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് 3 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ റിലേഷൻ Rഉം Sഉം കണ്ടെത്തണം. R അന്നേരം എന്താണ് പറഞ്ഞിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത്? R എന്ന് പറയുന്നത് ഈസ് ബിറ്റ്വീൻ ദ റെസിസ്റ്റൻസ് ആൻഡ് R ഈസ് ആദ്യത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഇവർ തമ്മിലാണ്, രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഇവർ തമ്മിലാണ്. സോ 2 റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുക, R ആൻഡ് റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട് തമ്മിലുള്ളതും അതേപോലെ ദിസ് കറണ്ട് ആൻഡ് സ്പീഡ് തമ്മിലുള്ളതും. അന്നേരം റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? R ഈസ് ഈക്വൽ ടു SE റെസിസ്റ്റൻസ് ആൻഡ് ആർമേച്ചർ കറണ്ട്. ഓക്കെ, അന്നേരം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ എത്രയൊക്കെയാണ്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വാല്യൂസ് ഒക്കെ 30, 60, 100, 120. ഓക്കെ, അതിവിടെ എഴുതി, ഇങ്ങോട്ട് എഴുതി 30, 60, 100, 120 എഴുതി. അതേപോലെ ആർമേച്ചർ കറണ്ട് 20, 40, 60, 80, 100, 120. ഓക്കെ, അത് നമ്മൾ അപ്പുറത്തോട്ട് എഴുതി, അതായത് ഈ ഒരു സൈഡിലോട്ട് എഴുതി. എന്നിട്ട് നോക്കാം നമ്മൾ എങ്ങനെയായിരുന്നു റിലേഷൻ കണ്ടുപിടിക്കുന്നത്? ക്രോസ് പ്രോഡക്റ്റ് വെച്ചിട്ടായിരുന്നു റിലേഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ, ക്രോസ് പ്രോഡക്റ്റ് വെച്ചിട്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് കേസ് 30 to ഈ ഒരു വാല്യൂ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കിയേ. അപ്പോൾ ആദ്യത്തെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് വൺ 0.4ഉം 0.2. ഓക്കെ, അതിലേറ്റവും മിനിമം ഏതാണ്? 0.4ഉം 0.2. അതായത് നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത് ദിസ് 30 and 20. അതിൽ മിനിമം ഏതാണ്? 0.2. ദിസ് ഈസ് ദ മിനിമം 0.2. നെക്സ്റ്റ് 30 and 40. 30 and 40 എന്ന് പറയുമ്പോൾ ഏത് വരും? ദിസ് വൺ 30 and 40. അതിനകത്തെ മിനിമം എന്ന് പറയുന്നത് 0.3. നെക്സ്റ്റ് 30 and 60, 0.4 and 0.6. അതിൻ്റെ മിനിമം 0.4 ആണ്. ഓക്കെ, നെക്സ്റ്റ് 0.4 by 30 and 80. Minimum is 0.4. And next 0.4 30 and 1.0 and 100. അതിൽ മിനിമം എന്ന് പറയുന്നത് 0.4 ആണ്. അപ്പം നമ്മൾ എങ്ങനെ ഇതിനകത്ത് ചെയ്ത് ഫസ്റ്റ് റോ പോയിരിക്കുന്നത് 30 and 20 and 30 and 40. നെക്സ്റ്റ് 30 and 60. നെക്സ്റ്റ് 30 and 80. നെക്സ്റ്റ് 30 and 100. നെക്സ്റ്റ് 30 and 120. സോ ഇങ്ങനെയാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ആദ്യം 0.4 by 30 ഓരോന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 30 എല്ലാമായിട്ട് ഓരോന്നുമായിട്ട് ചെയ്തപ്പം മിനിമം വാല്യൂ കിട്ടിയതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? അതേപോലെ തന്നെ 60 എടുക്കണം. 1620യും 1640യും 6060, 6080, 60 100, 60 120 അതെല്ലാം എടുത്തു. അപ്പോൾ ഫസ്റ്റ് 0.6ഉം 0.2ലും നമുക്ക് മിനിമം വാല്യൂ ഏതാണ് കിട്ടുന്നത്? 0.2 ആണ്. സോ 60യുടെ എല്ലാ കോമ്പിനേഷൻസും എടുത്തു, അതേപോലെ 100ൻ്റെ എടുത്തു, 120യുടെ എടുത്തു. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? എസ് കണ്ടുപിടിക്കണം, ബിറ്റ്വീൻ കറണ്ട് ആൻഡ് സ്പീഡ്, കറണ്ടിൻ്റെ സ്പീഡിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂസ് ഇങ്ങോട്ട് എഴുതി, സ്പീഡിൻ്റെ വാല്യൂസ് ഇങ്ങോട്ട് എഴുതി. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? ഈ ഫസ്റ്റ് വൺ ഇതുമായിട്ടെല്ലാം കമ്പയർ ചെയ്ത് എഴുതുക. ഏതാണ് മിനിമം എന്നുള്ളത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ല കണ്ടുപിടിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ ഈ രണ്ടെണ്ണം കണ്ടുപിടിച്ചതിന് ശേഷം ഇവർ തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കണം? മാക്സിമം കോമ്പസിഷൻ. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള മാക്സിമം കോമ്പസിഷനാണ് നമ്മൾ ഇവർ തമ്മിലുള്ളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ മിൻമാക്സ് കോമ്പസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്താണ് അത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതണമെന്നില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിങ്ങനെ നോക്കി വേണമെങ്കിൽ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. സോ അന്നേരം നിങ്ങൾ നേരത്തെ ഒരു കൺസെപ്റ്റ് നോക്കുക. എന്നിട്ട് ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ എന്താണ് മാക്സിമം കോമ്പസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് x1 എന്താണ്? x1 z1, x1 z2, x1 z3 അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിച്ച് പോകണ്ടേ? അത്രയും നീട്ടി പരത്തി എഴുതാതെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു സെക്ഷൻ, അതായത് x1 അതെടുക്കുക, ഇതാണ് Z1 എന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഓരോന്നിൻ്റെയും മിനിമം എടുക്കണം. അതിനുശേഷം മിനിമം എടുത്തതിന് ശേഷം മാക്സിമം എടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് 0.2 അതിൽ മിനിമം ഏതാണ്, 0.2. ഓക്കെ, 0.3 ആൻഡ് 0.3 അത് രണ്ടുകൂടാണ് കമ്പയർ ചെയ്യേണ്ടത്. അതിനകത്ത് മിനിമം ഈസ് 0.3. നെക്സ്റ്റ് 0.4 ആൻഡ് 0.35. 0.35 എന്ന് വായിക്കരുത്, 0.35 എന്ന് വായിക്കാവൂ. അതിനകത്ത് മിനിമം ഈസ് 0.35. 35 അല്ല, 35. സോ നെക്സ്റ്റ് 0.4 ആൻഡ് 0.35. മിനിമം ഈസ് 0.35 അഗെയിൻ. നെക്സ്റ്റ് 0.4 ആൻഡ് 0.3. ഓക്കെ, 5 വിച്ച് ഇസ് 0.35 അഗെയിൻ. 0.2 ആൻഡ് 0.2. ഇത് മിനിമം ഈസ് 0.2 ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0.2, 0.3, 0.35, 0.35, 0.35, 0.2 മിനിമം എടുത്തു കഴിഞ്ഞു. അതിൻ്റെ പുറത്ത് എന്താണ് ഇരിക്കുന്നത്, മാക്സിമം. സോ മാക്സിമം വാല്യൂ ഇതിനകത്ത് ഏതാണ്, 0.35. സോ മാക്സിമം ഈസ് 0.35 അതെഴുതി. അതിനുശേഷം അടുത്ത വാല്യൂ കണ്ടെത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുക്കുക, ഇതിൻ്റെ ഇതെടുത്തിട്ട് അത് അതുപോലെ തന്നെ എഴുതുക, ഇതുമായിട്ട് ഇതേപോലെ കമ്പയർ ചെയ്യുക. ഇതിനകത്ത് 0.2 ആണ് ഇവിടെ മിനിമം, 0.3 ഇവിടെ മിനിമം, 0.4 മിനിമം, ഹിയർ 0.4 ഈസ് മിനിമം, ഹിയർ 0.4 ഈസ് മിനിമം, ഹിയർ 0.2 ഈസ് മിനിമം. സോ ഇതിനകത്ത് 0.2, 0.3, 0.4, 0.4, 0.4, 0.2 ആണ് വന്നിരിക്കുന്നത്. സോ അതിൽ മാക്സിമം 0.4 ആണ്. അപ്പം റിസൾട്ട് നേരെ വേണം എഴുതി പോകാൻ, ഒന്നാമത്തെ ഇവിടെ, രണ്ടാമത്തെ ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനിയിപ്പം ഇതും അതേ സാധനം തന്നെ, ഇതുകൂടെ നോക്കുക. അതിൽ മിനിമം ഏതാ വരുന്നതെന്ന്, ദിസ് വൺ ആൻഡ് ദിസ് വൺ. അപ്പോൾ അതിൽ നോക്കാം. ആദ്യം 0.2. ഓക്കെ, 0.2 തന്നെ. 0.3 ആൻഡ് 0.3, 0.3 തന്നെ മിനിമം. 0.6 ആൻഡ് 0.4, 0.4 തന്നെ മിനിമം. 0.4 ആൻഡ് 0.8, 0.4 മിനിമം. 0.4 ആൻഡ് 97, 0.4 മിനിമം. 0.2 ആൻഡ് 0.2, 0.2 മിനിമം. സോ ഇതിൽ മാക്സിമം എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? നമ്മൾ ഇതൂടെ കമ്പയർ ചെയ്യുമ്പം ആദ്യത്തെ ഇത് രണ്ടും കൂടെ വേണം നോക്കാം. ഒന്നാമത്തെ രണ്ടും കൂടെ നോക്കി, പിന്നെ 0.3യും 0.3യും കൂടെ നോക്കി, 0.4ഉം 0.6 കൂടെ നോക്കി, 0.4ഉം 0.8 കൂടെ നോക്കി, ഈ 0.4ഉം 0.97 കൂടെ നോക്കി, 0.2ഉം 0.2 കൂടെ നോക്കി. അത്രയും നോക്കിയിട്ട് അതിൻ്റെ മാക്സിമം വാല്യൂ എന്താണ് അതനുസരിച്ച് കിട്ടിയതിനകത്ത് ലിസ്റ്റിനകത്ത് മാക്സിമം വാല്യൂ ഇസ് 0.4. സോ അത് എഴുതി, അതായത് നമ്മൾ എങ്ങോട്ടേക്ക് എഴുതി, നേരെ വേണം എഴുതി പോകാൻ. അടുത്തത് 0.25 ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ ഇതൂടെ നോക്കും, മിനിമം ഈസ് 0.25. അതിനുശേഷം ആ റോ കഴിഞ്ഞല്ലോ, ഈ ഒരു 30യുടെ എല്ലാ Z1 കോമ്പിനേഷൻസും നമ്മൾ നോക്കി. അതിനുശേഷം അടുത്ത റോ എടുക്കുക, ദിസ് വൺ, ഇതൂടെ നോക്കുക. അതുകൂടെ നോക്കുമ്പം കിട്ടുന്ന മിനിമം വാല്യൂ നോക്കാം. ദിസ് വൺ ആൻഡ് ദിസ് വൺ. അതിനകത്ത് ആദ്യത്തെ 0.2 ആൻഡ് 0.2 ഈസ് 0.2, 0.3 ആൻഡ് 0.3 ഈസ് 0.3, 0.6 ആൻഡ് 0.35 ഈസ് 0.35 മിനിമം, 0.6 ആൻഡ് 0.35, നെക്സ്റ്റ് 0.6 ആൻഡ് 0.35, നെക്സ്റ്റ് 0.2 ആൻഡ് 0.2 ഈസ് 0.2. ഇതിൽ മാക്സിമം ഈസ് 0.35. സോ ഇവിടെ കണ്ട 0.35 എഴുതി. അതിനുശേഷം നമ്മൾ വീണ്ടും സെക്കൻഡ് എടുക്കുന്നു, ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അത് എത്ര ആണോ കിട്ടുന്നത് അത് നേരെ ഇങ്ങനെ എഴുതി പോകുന്നു. അതിനുശേഷം എന്താണ് അടുത്ത വാല്യൂ, ഇതെടുക്കുന്നു, ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നു, എത്രയാണോ കിട്ടുന്നത് അത് അടുത്തതിൻ്റെ ഇവിടെ എഴുതുന്നു, അടുത്തതിൻ്റെ ഇവിടെ എഴുതുന്നു, അതിൻ്റെ ഓരോന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതുന്നു, തൊട്ടടുത്ത് എടുക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഇതും കൂടെ, ആദ്യത്തെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്, ഫസ്റ്റ് റോ തേർഡ് കോളത്തിൽ, ഫസ്റ്റ് റോ ഫോർത്ത് കോളം. ഇനി ഫസ്റ്റ് റോയ്ക്ക് ശേഷം സെക്കൻഡ് റോ വരുമ്പം ഇതേ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ വേണം എന്തെഴുതാൻ വേണ്ടി, മിൻ മാക്സ് അല്ലെങ്കിൽ മാക്സ് മിൻ കോമ്പോസിഷൻ എഴുതാൻ വേണ്ടി ചെയ്ത് നോക്കുക. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും.